തുടക്കം ശരിക്കും പറഞ്ഞാൽ നല്ലൊരു കൊച്ചു സിനിമയാണ്. ഒരു ഫാമിലി ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെയാണ് ഈ സിനിമ സംസാരിക്കുന്നത്. ഫാമിലി ഓഡിയൻസിനൊക്കെ നന്നായിട്ട് തന്നെ ഇഷ്ടപ്പെടും. വിസ്മയുടെ തുടക്കം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ആദ്യമായിട്ട് സിനിമയിലേക്ക് വരുമ്പോൾ ചെറിയ പോരായ്മകളൊക്കെ ഉണ്ടാവും. പക്ഷെ അവിടെയാണ് ഡയറക്ടർ പുള്ളി നൈസായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ജൂഡ് അടിപൊളിയായിട്ട് തന്നെ മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്തരത്തിലുള്ള വലിയ പ്രശ്നങ്ങളൊന്നും സ്ക്രീനിലോട്ട് വരാത്ത രീതിയിൽ തന്നെ പുള്ളി മേക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ രീതിയിൽ തന്നെയാണ് സിനിമ എൻഡ് ചെയ്തത്. പിന്നെ നമ്മുടെ ലാലേട്ടൻ വരുന്നുണ്ട്. ലാലേട്ടൻ വളരെ കുറച്ച് സമയത്ത് മാത്രമേ ഉള്ളൂ, പക്ഷെ ഉള്ള സീനൊക്കെ നല്ല അടിപൊളിയാണ്. അതുപോലെ ആശിഷ് ജോ, പുള്ളിയാണ് എന്നെ ശരിക്കും ഞെട്ടിച്ചത്. വിസ്മയുടെ തുടക്കം വരുന്നെങ്കിൽ ഞെട്ടിച്ചത് ആശിഷ് ജോയാണ്. കിടിലം വില്ലൻ. പുള്ളിക്ക് ഒരു സിംഗിൾ ഡയലോഗ് പോലും ഇല്ല. എന്റെ ഫിലിമിൽ എനിക്ക് ഒന്ന് ലാസ്റ്റ് ക്ലൈമാക്സിലാണ് പുള്ളി ചെറിയൊരു ഡയലോഗ് വരുന്നത്. അതുവരെ പുള്ളിക്ക് വേറെ ഡയലോഗ് കാര്യങ്ങളൊന്നും ഇല്ല. പക്ഷെ പുള്ളിയുടെ ക്യാരക്ടർ പുള്ളി ചെയ്ത് വെച്ചിരിക്കുന്ന രീതി നമ്മൾ വെറുക്കും. ആ ക്യാരക്ടറിനെ വെറുക്കും. ഇങ്ങനെ തിയേറ്ററിൽ ഇരിക്കാൻ നമുക്ക് തോന്നി ഈ ശല്യം പിടിച്ച ഇങ്ങനെ എന്തിനാ വരുന്നുള്ള രീതി നമ്മൾ ചിന്തിക്കും. അത് പുള്ളിയുടെ വിജയം തന്നെയാണ്. നല്ല രീതി തന്നെ പുള്ളി ചെയ്തു വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ സായികുമാർ, മനോജ് കെ ജയൻ, ചിപ്പി, പൊങ്കാല സ്റ്റാർ, പുള്ളിക്കാരി എല്ലാവരും ഉണ്ട്. എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മളെ പണിയിലെ ഡേവിയാണ്, ബോബി കുര്യൻ. പുള്ളിയുടെ ക്യാരക്ടർ നൈസാണ്. പുള്ളി സത്യം പറഞ്ഞാൽ ഇങ്ങനത്തെ ക്യാരക്ടറൊക്കെ ബെസ്റ്റ് ആണ്. പിന്നെ വേറെ ഒന്നും പറയാനില്ല. പുള്ളി ആ റോളെ കിട്ടിച്ചാൽ പുള്ളി അത് ഗംഭീരമായി കഴിയും. ഇവരെ കൂടെ പിന്നെ അശ്വിനുണ്ട്. അശ്വിൻ മുമ്പ് ചെയ്ത സിനിമകളായിട്ട് നല്ലൊരു റോള് കിട്ടിയിട്ടുണ്ട്. അത് നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ കാണാൻ പറ്റിയ, എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു കൊച്ചു സിനിമയാണ്.